ഫ്രണ്ട്സ്, വെൽക്കം ടു സുബീസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ നേന്ത്രപ്പഴം കൊണ്ട് ഒരു ഈവനിങ് സ്നാക്സ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. ഞാനിവിടെ അതിനായി 2 നേന്ത്രപ്പഴം എടുത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ നല്ല പഴുക്കാത്ത പഴമാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആവിയിൽ വെച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ആവിയിലൊന്നും വെച്ചിട്ടില്ല, അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതിന് വേണ്ടി നമുക്കൊരു 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ബൗളിലോട്ട് 2 മുട്ട ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യം ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ ബ്രെഡ് നന്നായിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസ് പഴവും ഇതേപോലെ ഒന്ന് മുട്ടയിലോട്ട് മുക്കി ഈ ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കണം. പഴത്തിന് മുകളിലായി ഈ ബ്രെഡ് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ സ്നാക്സ് നല്ല പെർഫെക്റ്റായി കിട്ടുകയുള്ളൂ. പിന്നെ മുട്ടയിൽ നന്നായിട്ട് മുക്കിയെടുത്താൽ മാത്രമാണ് നമ്മുടെ പഴത്തിന് മുകളിലായി ബ്രെഡ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഞാനിവിടെ എല്ലാ പഴവും ഇതേപോലെ തന്നെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഞാൻ ആദ്യം എടുത്തത് ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസും ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പതുക്കെ ഒന്നിൻ്റെ മുകളിൽ ഒന്നും മുട്ടാതെ നമുക്ക് ഇതേ രീതിയിൽ പതുക്കെ തന്നെ ഓരോന്നും ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് ബ്രൗൺ കളറായി വരേണ്ടതുണ്ട്. പഴം നന്നായി കുക്കാവേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം പഴുത്ത പഴമായതുകൊണ്ട് ഓവർ കുക്കൊന്നും ആവേണ്ടതില്ല. നന്നായി 2 സൈഡും ഒന്ന് ബ്രൗൺ കളറായി വന്നാൽ മാത്രം നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത ശേഷം എല്ലാ സൈഡും ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. എല്ലാ സൈഡും ഒന്ന് ബ്രൗൺ കളറായി വന്നാൽ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഈ സ്നാക്സ് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പഴം കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് തന്നെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്, എങ്കിലും കഴിക്കുമ്പോൾ ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ടിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറന്നേക്കരുത്.